ഓക്കെ. അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അപ്പൊ ശാരിക ചേച്ചിക്ക് ഒന്ന് ദേഷ്യപ്പെടണമെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് ചേച്ചി ദേഷ്യപ്പെടണമെങ്കിൽ അത് എന്തൊരു കാര്യം കാണുമ്പോഴായിരിക്കും? ബേസിക്കലി ഞാനൊരു ദേഷ്യക്കാരിയാണ്. അതെ, ദേഷ്യക്കാരിയാണ്. എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വലിയ വലിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടത്തില്ല. ഉം, ഉം. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഒരാൾ ഇപ്പോൾ എൻ്റെ ഇത് പൈസ മേടിച്ചിട്ട് തിരിച്ചു തന്നില്ല, ഉം. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എടുത്തത് നിസ്സാരം, ചിലപ്പോൾ എനിക്കെന്ത് ദേഷ്യം പറയുമ്പോൾ ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ട് തോന്നും. ചിലപ്പം എൻ്റെ ചെരുപ്പ് എടുത്തിട്ടായിരിക്കും ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പിട്ട് അയാൾ വേറൊരാളുടെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഉം. ചിലപ്പോൾ അയാൾ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അയാൾ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ പൊടി പറ്റിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ ആയിരിക്കും ഞാൻ ദേഷ്യപ്പെടുക. ഉം. അപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടുത്തില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തണുക്കുകയും ചെയ്യും. ഉം. അങ്ങനെയൊക്കെ. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ വെൻഡറ്റ കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഇമോഷൻസ് ഇല്ലല്ലോ. ഞാൻ ഉം. എൻ്റെ ഒരു വീക്ക് പോയിന്റ് ഞാൻ ഇതിലൂടെ പറയുവാണ്. എനിക്ക് അറിയത്തില്ല നിങ്ങളിത് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ തകർക്കാൻ പറ്റത്തുള്ളൂ. പറ്റത്തുള്ളൂ. ഞാൻ ഇമോഷണലി കട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരാൾക്കും എന്നെ തകർക്കാൻ പറ്റില്ല. തകർക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ എക്സ്ട്രീം സംസാരിക്കും. ഉം. ഞാൻ സംസാരിച്ച് അവർ തകരത്തുള്ളൂ. എന്നെ സംസാരിച്ച് തകർക്കാൻ പറ്റില്ല. അഥവാ എൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് കൊണ്ട് കുത്തിയാലും ഞാൻ അവിടെ ഒരു മറ്റേ ടാറിട്ടൊരു സാധനം ഇടും. ഉം. ഇതൊന്നും പറ്റത്തില്ല. അകം കടന്ന് ചിലപ്പോൾ തിളയ്ക്കുമായിരിക്കും, ബട്ട് അത് പുറത്ത് ആ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അയാൾ ചിന്തിക്കും ഇവൾ എന്തൊരു ദുഷ്ടയാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഇവൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു. ഞാൻ അങ്ങനെ സംസാരിക്കും. ഉം. ബട്ട് ഉള്ളിൽ ഞാൻ ഭയങ്കര സ്നേഹമോ അല്ലെങ്കിൽ ഭയങ്കര കെയറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും. ഉം. ഡെഫിനറ്റ്ലി ഹോട്ട് സീറ്റിൽ പെരുമാറുന്ന പോലെ ഞാൻ ചിലവരെ പെരുമാറും. ഉം. പിന്നെ എന്നെ പൊരിക്കാൻ വന്നാൽ തിരിച്ച് ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ഞാൻ വറക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചിയാണെങ്കിൽ ഹോട്ട് സീറ്റിലാണെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇരുത്തി പൊരിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, പൊരിച്ചിട്ടുണ്ട്. ഇൻ കേസ് അപ്പൊ ഇനി ചേച്ചി ഇപ്പൊ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ തന്നെ ലൈക്ക് അവര് പോയിട്ടുള്ള പാതയിലൂടെ പോവേണ്ടി വരൂലേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് അവര് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജീസോ എന്തെങ്കിലുമൊക്കെ ഇപ്പം ലൈക്ക് ഇപ്പം കുറച്ച് നേരം കഴിയും ഇപ്പം നമ്മൾ എത്ര നമ്മൾ കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാലും മനുഷ്യന്മാരാണ്. കുറച്ച് നേരത്തെങ്കിലും നമ്മളാണ് ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവിടെ മറക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് അറിയാത്തുള്ളൂ, ഞാൻ കോൺഷ്യസേ അല്ല. ഉം, ഉം. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ എന്ന് വിചാരിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ചില സംസാരിക്കുന്നത്. പോയിന്റിൽ ഇങ്ങനെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന പറയുമ്പോൾ ഇനിയർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ക്യാമറ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നു. ഞാൻ ഓൾവേസ് കോൺഷ്യസ് അല്ല, കോൺഷ്യസ്ലെസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. Behave ചെയ്യുന്നത്. ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കും, എന്തെങ്കിലും കാര്യം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ പറയുമ്പോൾ അമ്മ അതൊക്കെ അപ്പുറത്ത് ആൾക്കാരുണ്ട്, ഒരു കേട്ടോ എനിക്കെന്താ, ഞാൻ അവരുടെ കാശിനല്ലോ കഴിക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. അത് തന്നെയായിരിക്കും ഞാൻ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞു റിയൽ ആയിട്ട് നിന്നാൽ ഞാൻ അവിടെ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ടോ ഞാൻ അവിടെ തൂക്കും. ഞാൻ റിയൽ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അവിടെ ഞാൻ ഈ കണ്ടസ്റ്റൻസിനെ പൊരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി അവിടെ എനിക്കൊരു ചാൻസ് ബിഗ് ബോസ് തരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ ഇറിറ്റേറ്റഡ് ആവും. അതൊക്കെ ഞാൻ കാണിക്കും. പക്ഷെ അതിലൊരു പിന്നെ ചിലവർ എനിക്ക് തരുന്ന ഒരു ഉപദേശത്തിൽ ഒരു മാത്രം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നീ ഇങ്ങനെ ഈ എന്താ അരഗൻ്റ് ആകുമ്പോൾ കുറച്ച് മര്യാദയോടുകൂടി ഒരു മിതത്വം, ഒരു നല്ല ഭാഷ, അല്ല പൊടത്തെണ്ടി അങ്ങനെ ഒന്നും വിളിക്കരുത്. ഒരു മര്യാദയോടുകൂടി നല്ല മലയാളത്തിൽ അവരോട് സംസാരിക്കുക. കുറച്ചുകൂടെ പൊളൈറ്റ് ആവുക. അല്ലെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെ താൻ ആരാന്നാണോ തൻ്റെ വിചാരം. ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത് ഇതൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അൺകോൺഷ്യസ് അല്ല, സോറി, ഈ കോൺഷ്യസ് അങ്ങനെ കോൺഷ്യസ് ആയിട്ടല്ല അവിടെ. കാരണം ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ ക്യാമറയെ കുറിച്ച് മറന്നു എന്നുള്ളതാണ്. സീരിയസ്ലി ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിക്കാത്തതുകൊണ്ട് തന്നെ മേ ബി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ ഫ്ലോപ്പും കുറെ ട്രോളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ പോവുകയാണെങ്കിൽ. ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ ഞാൻ ഒരാളുടെ അത് മെഹറിൻ ചോദിച്ചാൽ ഒരാളുടെ സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്യില്ല. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്തൊരു അഹങ്കാരി, ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കും. കിട്ടിയാൽ ഞാനായിട്ട് തന്നെ ഫോളോ, എന്റെ സ്ട്രാറ്റജികളായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പുറത്ത് കാണേണ്ടത് ഇത് ശാരികയുടെ സ്ട്രാറ്റജി കൊള്ളാം എന്ന് അടുത്ത കണ്ടസ്റ്റൻസ് ചിന്തിക്കണം. നമ്മളിപ്പോ ബിഗ് ബോസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജീസ് കാണുന്നുണ്ട്. ഗ്രൂപ്പിസം, ലൈക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരാളെ മാത്രം കോർണർ ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും ഇനിയിപ്പോ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ എന്നെ ഇവരൊക്കെ കോർണർ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഒരു 100 ദിവസം അല്ലെങ്കിൽ കുറെ ദിവസം ആൾക്കാർ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിപ്പോവും. ഞാൻ കരയുമായിരിക്കും ഉറപ്പായിട്ടും. ഡെഫിനറ്റ്ലി ചിലപ്പോഴൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ബിഗ് ബോസിൽ പോയി കരയണമെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും കരയണ്ടേ മനുഷ്യന്. നാട്ടുകാർ കാണേണ്ട കാര്യത്തിലൊക്കെ ഒന്നും ഞാൻ കരഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ. ഒരുപാട് പേര് ഹോട്ട് സീറ്റിനോട് കമന്റ് ചെയ്ത് ചോദിച്ചു നീ കരഞ്ഞ എങ്ങനെ ഇരിക്കും, നീ കരയോ, നിനക്ക് കണ്ണീരുണ്ടോ? ഉറപ്പായിട്ടും കരയുമായിരിക്കും. അപ്പോൾ മേ ബി എനിക്കറിയില്ല കോർണർ ചെയ്യുമ്പോൾ എന്താ. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ എൻ്റെ വൈബുള്ള ആൾക്കാരോട് എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കാവുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിയാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരു റൂമിൽ ഒരു ബുക്കൊന്നും ഇല്ലല്ലോ അവിടെ. ഒരു റൂമിൽ ഞാനൊരു സ്വപ്നജീവിയാണ് ബേസിക്കലി. ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളാണ്. ഞാൻ വേറൊരാളായിട്ട് നടക്കുന്നതും ഞാൻ ചിലപ്പോൾ വേറൊരു ജീവിയായി മാറുന്നതും വേറൊരു ലോകത്ത് ജീവിക്കുന്നതും. അപ്പോൾ എന്നെ അറിയാവുന്ന എന്നെ വിമർശിക്കുന്ന ആൾക്കാർ നീ എപ്പോഴും ഈ സ്വപ്ന ലോകത്താണല്ലോ അവിടെ വെച്ചേ, ഇത് സ്വപ്ന ലോകം, ഇത് നടക്കാൻ പോകുന്നില്ല ശരി. പക്ഷെ അവർ നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ ജീവിതം നടന്നു. സോ മേ ബി ആ സ്വപ്ന ലോകത്ത് എനിക്ക് ഒറ്റയ്ക്ക് വിരാജിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്നെ വിഷമിപ്പിക്കും, ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തൽ എന്നെ വിഷമിപ്പിക്കും, ഡെഫിനറ്റ്ലി വിഷമിപ്പിക്കും. പക്ഷെ എന്നാലും ഞാൻ തകർന്ന് വീഴില്ല. അതിനെന്നെ ഏകാന്തത ഇഷ്ടപ്പെടും. എൻ്റെ സോളിറ്ററി റീപ്പർ ഞാൻ പുറത്തിറക്കും. അപ്പം അവിടെ ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഞാനായിട്ടിരുന്ന്
ഞാൻ എന്നെ തന്നെ പ്രണയിച്ച് എന്നെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആക്കി മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ ചെല്ലുമ്പോൾ എന്തോ ആണോ ആർക്കറിയാം, കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനിൽ ലൈക്ക് നമ്മൾ സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസിന് റിയാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനിൽ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ്. പക്ഷെ ആള് അകത്ത് പോയപ്പോൾ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ പക്ഷെ ശാരിക ചേച്ചി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കോൺട്രവേഴ്സി തൊടുന്നതെല്ലാം കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ അകത്ത് പോയി സൈലന്റ് ആയി പോവോ എന്നൊക്കെ? എന്തായാലും സൈലന്റ് ആവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഹറിനോട് പറഞ്ഞില്ല, ഞാനിങ്ങനെ പഠിക്കും, ഒരു അവലോകനം. ഇപ്പം ബിഗ് ബോസ് ഇതാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു മത്സരമാണ്, അവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ഐഡിയ എനിക്കുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും ആ തറയിൽ കയറിയിട്ട് എനിക്ക് മറ്റേ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ അപ്പോ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എന്താ ചെയ്യാ, അങ്ങനെ പറ്റുള്ളൂ എനിക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട ലാലേട്ടനല്ല ഇപ്പൊ ഈ സീസൺ 7 പ്രൊമോയിലൊക്കെ കാണുന്നത്. ഭയങ്കര എന്താ പറയാ, 7ന്റെ പണിയെന്നൊക്കെ പറഞ്ഞാൽ പണി എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ഒക്കെ വ്യത്യാസമുണ്ട്. മൊത്തം ബ്ലാക്കിഷ്, എന്തോ ഒരു ഡാർക്ക് ഒക്കെ ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. പേടിയുണ്ടോ ഈ സീസണിൽ ഇപ്പൊ ഇൻ കേസ് പോവുകയാണെങ്കിൽ? ഉറപ്പായിട്ടും കാണുമല്ലോ. എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പൊ എല്ലാം ഈസി ആയില്ലേ, കുറെ എക്സ്പീരിയൻസ്ഡ് ആയില്ലേ. പക്ഷെ ഓരോ ഇന്റർവ്യൂവിനും ഞാൻ നല്ല പേടിച്ചാ ചെല്ലുന്നത്. ഇപ്പൊ മെഹറിനെയാണ് ഞാൻ ഹോട്ട് സീറ്റിൽ എനിക്കൊരു പേടിയുണ്ടാവും, ഡെഫിനറ്റ്ലി പേടിയുണ്ടാവും. കാരണം ഞാൻ ആദ്യം ഈ മഞ്ജുവാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ കഥാപാത്രം എടുക്കുമ്പോഴൊക്കെ പുതിയ കഥാപാത്രം എടുക്കുന്ന പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പേടിയുണ്ടാവും. ഞാൻ ഒരു ജാട പറയുന്നതായിരിക്കും, ചുമ്മാ ഇത്ര എക്സ്പീരിയൻസ് അല്ലേ. പക്ഷെ എൻ്റെ ഒരു പ്രൊഫഷനിൽ എനിക്ക് മനസ്സിലായി, ഓരോ ഗസ്റ്റിനെ തരുമ്പോഴും ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന മൊമെന്റിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പേടിയിലായിരിക്കും. അത് പഠിക്കാത്തതുകൊണ്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളതൊരു പുതിയ കാര്യം ചെയ്യുമല്ലേ, ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ ഇന്റർവ്യൂ ചെയ്യുക. അപ്പൊ എന്റെ ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു റിപ്പറ്റീഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേടി അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു പേടിയും ആ ഭയവും ഒക്കെ ഉണ്ടാവും. പിന്നെ ലാലേട്ടനെ കാണുന്നതിന്റെ ഭയമാണോ എക്സൈറ്റ്മെന്റ് ആണോ എനിക്ക് അറിഞ്ഞോളൂ അവിടെ ചെന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇപ്പം ചേച്ചി സപ്പോസ് ബിഗ് ബോസിൽ പോയി 100 ദിവസം അവിടെ നിന്നു, കപ്പടിച്ച് തിരിച്ചു വന്നു, അതിനുശേഷം ചേച്ചിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തായിരിക്കും? ഫ്യൂച്ചർ പ്ലാൻസ്, എനിക്കൊരു ചാനലുണ്ട്, സ്പീച്ച് മേക്കർ എന്ന് പറഞ്ഞ ചാനൽ. ആ ചാനൽ ഡെവലപ്പ് ചെയ്യുക, ഒരു റൂം എടുക്കുക, നല്ല 2 ക്യാമറ, നല്ലൊരു ഫീമെയിൽ കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ വെക്കുള്ളൂ കേട്ടോ, ഞാൻ ലോകത്തോട് പറയട്ടെ. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ, ഫീമെയിൽ ഫോട്ടോഗ്രാഫർ, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറാമാനെയും ഫീമെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ തന്നെ ഉണ്ട്, ആങ്കറും ഞാൻ തന്നെ ആയിരിക്കും. മേ ബി അങ്ങനെ വെക്കാനുള്ള ഒരു സംഭവം കിട്ടട്ടെ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു ചാനൽ, എൻ്റെ സ്വന്തം ചാനൽ തന്നെ. പിന്നെ ലൈവായിട്ട് ജെനുവിൻ ആയിട്ടുള്ള, മഞ്ഞ എഴുതാതെ ജെനുവിൻ ആയിട്ട് തന്നെ കണ്ടന്റ് ക്രിയേഷന്, അതായത് TRP റേറ്റിന് അല്ലാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മോളുമായിട്ട് ഈ ഇന്ത്യ മുഴുവനും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ കാണുന്നതിന് നമ്മുടെ രാജ്യം ഒന്ന് കാണണ്ടേ. കേരളം ആദ്യം ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, ദെൻ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ചെറിയൊരു വീട് സ്വന്തമായിട്ട്, വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട വീടിന്. കാരണം ഓടിട്ട മറ്റേ റെഡ് ഓക്സൈഡ് അടിച്ച AC ഇല്ലാതെ തണുപ്പ് കിട്ടുന്ന ഒരു വീട്, അത്രയും മതി. അത്രയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഫ്യൂച്ചറിൽ എന്നെ നോക്കിക്കാണുന്നത്, ഞാൻ പറയാനിരിക്കുമ്പോൾ 1 കോടി ജനതയെങ്കിലും എൻ്റെ ഷോ കാണാൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശാരിക ഷോ എന്നൊക്കെ പറഞ്ഞു, സ്പീച്ച് മേക്കർ ഷോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയും ഇന്റർവ്യൂ ചെയ്യുവോ ആളുകളെ? അങ്ങനെയുള്ള എൻ്റെ ആഗ്രഹം അഖിൽമാരാരെ ഇന്റർവ്യൂ ചെയ്യണം, പൃഥ്വിരാജിനെ ഇന്റർവ്യൂ ചെയ്യണം, ലാലേട്ടനെ, മമ്മൂക്ക, ദെൻ നരേന്ദ്രമോദി, പിന്നെ ശശി തരൂര്. ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്യണം, ഹോട്ട് സീറ്റിൽ ഇരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരൊക്കെ എനിക്കറിയില്ല, എൻ്റെ വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്കൊരു ചാനൽ ചാൻസ് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ജോബ് ചെയ്യുന്നതിന് മടി, എൻ്റെ പാഷനിലുള്ള ജോബ് ചെയ്യുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഡിബേറ്റിന് പോവുക. ഏത് ചാനൽ വിളിച്ചാലും ഞാൻ പോകും. ഇപ്പോൾ ഞാൻ ഹോട്ട് സീറ്റിൽ ഇരുന്ന് സെലിബ്രിറ്റി ഇന്റർവ്യൂർ ആയതുകൊണ്ട് ഞാൻ വാർത്ത ചെയ്യാൻ പോകാതിരിക്കില്ല. വാർത്ത വീട്ടിൽ നിന്ന് വായിച്ചു കൊടുക്കും, വാർത്ത അവിടെ ചെന്ന് ചെയ്യും, പിന്നെ അതുപോലെ അവിടെ ചെന്ന് ഡിബേറ്റ് ചെയ്യും, അവർ വിളിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഇന്റർവ്യൂ എല്ലാത്തിനും ഞാൻ പോകാറുണ്ട്. അതിനെനിക്ക് അങ്ങനെ ഈഗോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ചേച്ചി അപ്പൊ ചേച്ചി ആണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ചേച്ചി പൊട്ടിക്കരയുന്നത് കണ്ടായിരുന്നു. അത് അഭിനയിച്ചല്ലേ? അതെന്നെ സൈക്കോളജിസ്റ്റിന്റെ പിന്നെ ഒരു ഇന്റർവ്യൂവിന് കൊണ്ടിരുത്തി അവരെന്നെ. ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി മേനോൻ എൻ്റെ ഓർമ്മ. ഗായത്രി ക്ഷമിക്ക പേര് തെറ്റിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്ന് എന്നോട് ഇങ്ങനെ കരയുന്ന പോലെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ പക്ഷേ അയ്യോ ശാരി കരയുന്നോ, വേണമെങ്കിൽ ഇന്ന് തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യടാ നിങ്ങളെ ഞാൻ പറ്റിച്ചത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കരയാം അങ്ങനെ ചോദിക്കുകയും ചെയ്തു. ക്യാമറയുടെ മുമ്പിൽ തന്നെ ചോദിക്കുകയും ചെയ്തു. എൻ്റെ അറിവിൽ ഞാൻ ഒരിടത്തും പൊട്ടി കരഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ.
അങ്ങനെ ഞാൻ പൊട്ടിക്കരയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ഇനി ഞാൻ അഥവാ ബിഗ് ബോസ് പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ പൊട്ടി ക്യാമറ Okay, അത് നമ്മള് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങള് ഞാൻ പൊട്ടിക്കരയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചേച്ചി കരയുന്ന സീനൊക്കെ കാണിക്കട്ടോ അല്ലേ. ഞാൻ ബിഗ് ബോസിൽ കിടക്കാൻ പോകുന്നില്ല, പുറത്തിറങ്ങി വരും. നിങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറെ തന്നെ ഞാൻ വിളിക്കും. ഓക്കെ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ കണ്ടന്റ് ആണ്. പലതരം കണ്ടന്റ് നമ്മൾ കാണുന്നുണ്ട്. ലവ് ട്രാക്ക് കാണുന്നുണ്ട്, പിന്നെ ഇമോഷണൽ സെന്റിമെന്റൽ, പിന്നെ അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി പോവാണെങ്കിൽ ചേച്ചിയുടെ ഒരു കണ്ടന്റ് എങ്ങനെയായിരിക്കും? എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലീഡർഷിപ്പ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് അവർ തരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് ചേച്ചി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ബിഗ് ബോസ് ഹൗസിൽ? അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കയറി ഹെഡ് ചെയ്യും. ക്യാപ്റ്റൻസിക്ക് എനിക്ക് താല്പര്യമാണ് ഹെഡ് ചെയ്യാനായിട്ട്. ആൾക്കാരെയൊക്കെ ഒന്ന് ഭരിപ്പിച്ച് ഒന്ന് ഡിസിപ്ലിനൊക്കെ ആക്കി അങ്ങനെ ഒരു ടാസ്ക് എനിക്ക് ബിഗ് ബോസ് സീസൺ 7 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. അത് 100% ആയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കണ്ടന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറേ സ്ട്രാറ്റജി ഉണ്ടല്ലോ, പഴയ സ്ട്രാറ്റജികൾ. അതായത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ പാവങ്ങളുടെ നെഞ്ചത്തൊരു കുതിര കയറുക, എന്തിനും കയറി ഇടപെടുക. ഈ പരിപാടിയൊന്നും ഞാൻ പോകത്തില്ല. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പ്രതികരിക്കും. എന്തായാലും അവിടെ കണ്ടന്റ് ക്ഷാമം ഉണ്ടാകത്തില്ല തന്നെ വിശ്വസിക്കാം നമ്മളെ കൊണ്ട്. എവിടെന്നെങ്കിലും ഒക്കെ ഞാൻ കണ്ടന്റിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഷോ ആണ്, നമ്മൾ ജയിക്കും തോക്കും അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും മനഃപൂർവ്വം ഒരാളെ കരുവാക്കിക്കൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കണ്ടന്റ് ഉണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ കയറി ഇടപെട്ട് കണ്ടന്റ് ഉണ്ടാക്കും, കണ്ടന്റ് വെച്ചിട്ട് വലുതാക്കും. ഓക്കെ. അപ്പം ഇപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫേക്ക് ലവ് ട്രാക്ക് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി പ്രതികരിക്കോ? അതൊക്കെ ഞാൻ പ്രതികരിക്കും. ഫേക്ക് ലവ് കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ തറയാവരുന്നൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി പോകുന്നുണ്ടെങ്കിൽ സീസൺ എന്തായാലും ഫുൾ കാണും. ഇങ്ങനെ ഇതൊരു സീസൺ ഫുൾ കണ്ടിട്ടില്ല. ചേച്ചി പോകുന്നുണ്ടെങ്കിൽ ഈ സീസൺ എന്റെ ചങ്ക് ഫ്രണ്ട് അല്ലേ, എന്തായാലും ഞാൻ കാണും. കാരണം ചേച്ചിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ടപ്പോ തൊട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റട്ടെ. അപ്പം ഇൻ കേസ് ഇനിയിപ്പം സീസൺ 7 പോവുകയാണെങ്കിൽ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജെന്യുവനായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജെന്യുവിനിറ്റി നിങ്ങൾ വോട്ട് ചെയ്യുക. ഏത് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, BB7 കയറുന്ന ഏത് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ജെന്യുവനായിട്ട് കളിക്കുന്ന ആൾക്കാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അർഹമായ ആൾക്കാരുടെ കൈകളിൽ തന്നെയാണ് വോട്ട് കിട്ടി. കാരണം വോട്ടിന്റെ പേരിൽ പലരും പിന്നോട്ട് പോയ കഥകളും നോമിനേറ്റ് ചെയ്ത് പുറത്തു പോകുന്ന കഥകളും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സോ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിൽ ജനങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിൽ അല്ലെങ്കിൽ സീസൺ ജയിപ്പിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ നന്നായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. ക്രിറ്റിസിസം ആവാം, നോമിനേഷൻ ആവാം, പക്ഷേ നന്നായിട്ട് കളിക്കുന്നവരോടൊപ്പം വോട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കുക. അതിപ്പോൾ ഞാനാണെങ്കിലും ജെന്യുവനായിട്ടാണ് കളിക്കുന്നത്. എൻ്റെ ജെന്യുവിനിറ്റിക്കാണ് നിങ്ങൾ വോട്ട് തരേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ബിഗ് ബോസ് സീസൺ 7 വരെയും ഒരു ലേഡി കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞാലും അത് അവരുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അത് അവൾക്ക് അർഹതപ്പെട്ടതാണെന്ന് കരുതി മേടിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലേഡി ക്യൂൻ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇറങ്ങാൻ, ടൈറ്റിൽ വിന്നറായിട്ട് ഇറങ്ങാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, എനിക്ക് രോമാഞ്ചൊക്കെ വന്നു. ഓക്കെ ചേച്ചി, എല്ലാവിധ ആശംസകളും നേരുന്നു. കപ്പടിച്ചിട്ട് തന്നെ വരണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം.